മലയാള സിനിമയിലെ വനിതകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്താൻ പിറവിയെടുത്ത ഒരു സംഘടന വുമൺ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ WCC. ആ WCCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹേമ കമ്മീഷൻ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നു. 4 വർഷത്തോളം തുറുങ്കിലടയ്ക്കപ്പെട്ട ആ റിപ്പോർട്ട് മലയാള സിനിമാ ലോകത്തെ എല്ലാ വികൃതമുഖങ്ങളെയും തുറന്നു കാണിക്കുന്നുണ്ട്. സിനിമയിൽ അവസരം നൽകുന്നതിന് പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെയുണ്ടെന്നും വിവിധ മൊഴികൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ പറയുന്നു. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഭയമാണെന്ന് ചില നടിമാർ മൊഴി നൽകി. പുരുഷന്മാർ രാത്രി മുറിയുടെ വാതിൽ മുട്ടുന്നത് പതിവാണ്. വാതിൽ തകർത്ത് ഇവർ അകത്ത് കടക്കുമോ എന്ന ഭയത്തിലാണ് കിടന്നുറങ്ങുന്നതെന്നുമാണ് പലരുടെയും മൊഴികൾ. സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം സിനിമയിൽ സാധാരണമാണ്. സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം തുടരും. സിനിമയിൽ നിന്ന് പുറത്താകുമെന്ന ഭീതിക്കൊപ്പം സജീവവും വേണ്ടപ്പെട്ടവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നതിനാലുമാണ് പോലീസിൽ പരാതി നൽകാൻ മുതിരാത്തത്. ഇത്തരത്തിൽ മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടുക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇത്രയും സ്ത്രീകളുടെ നിലവാരത്തെ, മഹത്വത്തെ ചോദ്യം ചെയ്യുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ, WCC എന്ന സംഘടന അതിന്റെ വിജയത്തിലെത്തി നിൽക്കുമ്പോൾ, മലയാള സിനിമ പോരാട്ടത്തിന്റെ ചരിത്രം കുറിക്കുമ്പോൾ WCCയിലെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളുടെ മൊഴി ആശങ്ക പരത്തുകയാണ്. 135-ാമത്തെ പേജ് 268-ാമത്തെ പാരഗ്രാഫിലെ ആ മൊഴി നോക്കാം. മലയാള സിനിമയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ലൈംഗിക ചൂഷണവും നടന്നിട്ടില്ല, അത്തരമൊരു സംഭവത്തെപ്പറ്റി താൻ ഇതുവരെ കേട്ടിട്ടേയില്ല എന്നാണ് ആ മൊഴി. എന്നാൽ ഹേമ കമ്മീഷൻ ആ മൊഴിക്ക് അത്ര കണ്ട് പരിഗണനയെ കൊടുക്കുന്നുള്ളൂ എന്നത് ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ ഇതേ താരത്തിന്റെ ഈ ചുവടുമാറ്റം മുൻപ് വാർത്തയായിരുന്നു. ആ മാറ്റത്തിന് ശേഷം താരത്തിന് വലിയ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രമൊന്ന് പരിശോധിക്കാം. 2017 ഫെബ്രുവരി 17-ാം തീയതി രാത്രിയിൽ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഒരു ആക്രമണം ഒരു സ്ത്രീക്ക് നേരെയുണ്ടാകുന്നു. ആ സംഭവത്തെ തുടർന്ന് സിനിമയിലെ നടിമാരും സംവിധായകരും മറ്റ് സാങ്കേതിക വശങ്ങളിലെയും എല്ലാ വനിതകളും ചേർന്ന് മലയാള സിനിമയിലെ വനിതകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരമായ പ്രശ്നങ്ങൾക്കെതിരെ ആരംഭിച്ചതാണ് WCC. അന്ന് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ച സംഘടനയുടെ ആവേശവുമായ താരം പിന്നീട് പെട്ടെന്ന് മിണ്ടാതെയായി. ആ താരം മാത്രമല്ല, സംഘടനയിലുണ്ടായിരുന്ന ചിലർ ഇന്ന് അതിൽ നിന്നും വിട്ടു നിൽക്കുകയുമാണ്. ആ സ്ഥാപക അംഗങ്ങളിൽ തന്നെ ഇപ്പോൾ അത്ര ആക്റ്റീവ് അല്ലാത്ത ആ 3 പേർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ സംവിധായികയായ വിധു വിൻസെന്റ്, സുരഭി ലക്ഷ്മി, മഞ്ജു വാര്യർ എന്നിവരെയാണ്. മഞ്ജു വാര്യർ ഇപ്പോഴും സംഘടനയിലുണ്ട്, എന്നാൽ നിശബ്ദയായ അംഗം മാത്രമാണ്. WCC എന്ന ആശയത്തിന്റെ നെടും തൂണായി നിന്ന ആ താരത്തിന് ഇന്ന് സിനിമാ ലോകത്ത് വലിയ നേട്ടങ്ങളുണ്ട്. പണത്തിന്റെയോ പടത്തിന്റെയോ കുറവ് വന്നിട്ടില്ല. എന്നാൽ സ്വന്തം ശബ്ദം അന്യനു വേണ്ടി ഉയർത്തിയ താരങ്ങളിൽ പലരും ഇന്ന് സിനിമാ ലോകത്ത് ഓർമ്മ മാത്രമാണ്. അവസരങ്ങളില്ല, നേട്ടങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീണ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചരിത്രമാണ്. റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ നക്ഷത്രങ്ങളെ വിശ്വസിക്കരുത്. ഉപ്പുപോലും പഞ്ചസാരയായി തോന്നും. ചന്ദ്രനെ പോലെ സുന്ദരമല്ല താരങ്ങൾ. അത് സൂപ്പർ താരമായാലും ലേഡീസ് സൂപ്പർ താരമായാലും.